ഹായ്, എൻ്റെ ശ്രീലങ്കൻ യാത്രകളുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീലങ്കയിലെ നുവാര എലിയ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ. ഉഷ്ണമേഖല ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഒരു വിശ്രമ സ്ഥലം എന്ന നിലയിൽ വികസിപ്പിച്ചെടുത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. ശ്രീലങ്കയുടെ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്ന് വിളിക്കപ്പെടുന്ന നുവാര എലിയയിൽ ബ്രിട്ടീഷ് ചുവയുള്ള കൺട്രി കോട്ടേജുകളും ക്വീൻ ആൻഡ് ശൈലിയിലുള്ള മാളികകളും കാണാൻ കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ രാവണന്റെ അശോകവനവും ഹനുമാൻ സീതയെ ആദ്യമായി കണ്ടെത്തിയ സ്ഥലവും ഒക്കെ കാണിച്ചിരുന്നല്ലോ. രാവണന്റെ അശോകവനത്തിൽ കൂടെയുള്ള എന്റെ യാത്ര തുടരുകയാണ്. ഈ മലനിരകളൊക്കെ സംരക്ഷിത മേഖലകളാണ്. ഇവിടെ ജനങ്ങൾക്ക് സ്ഥലം മേടിക്കാനോ കെട്ടിടങ്ങൾ നിർമ്മിക്കാനോ അനുവാദമില്ല. എന്നാൽ ഇതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ജനവാസമുള്ള ധാരാളം പച്ചക്കറിയും തേയിലയും ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ലോകത്തിലെ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനമാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നുവാര ഏരിയയിൽ തന്നെ ഏകദേശം 22ഓളം തേയിലത്തോട്ടങ്ങളുണ്ട്. നുവാര ഏരിയയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെയുള്ള ദിവ്രുംബോള എന്ന സ്ഥലത്തേക്കാണ് എൻ്റെ യാത്ര. രാമായണത്തിലെ തന്നെ ഒരു പ്രധാന സംഭവമായ സീതാദേവിയുടെ അഗ്നിപരീക്ഷ നടന്ന സ്ഥലമാണ് ദിവ്രുംബോല എന്നാണ് വിശ്വാസം. ശ്രീലങ്കയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെലിമടക്കടുത്തുള്ള ദിവ്രുംബോള എന്ന സ്ഥലത്തുള്ള വെളുത്ത സ്തൂപമുള്ള ഈ ക്ഷേത്രം അടുത്ത കാലത്തായി ഒരു പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഒരു ബുദ്ധക്ഷേത്രമാണ്. രാജാ മഹാവിഹാരയ എന്നും അറിയപ്പെടുന്ന ഇത് നൂറുകണക്കിന് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ദിവസവും സന്ദർശിക്കുന്ന ഒരു ആരാധനാലയമാണ്. സ്തൂപങ്ങൾ, ബുദ്ധശില്പങ്ങൾ, രാമൻ, സീത, ഹനുമാൻ എന്നിവയുൾപ്പെടെയുള്ള ബുദ്ധ ഹിന്ദു ഘടകങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അടുത്ത കാലത്തായി രാമായണ ഇതിഹാസവുമായുള്ള ബന്ധം കാരണം ഈ ക്ഷേത്രം ഒരു പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അനുരാധപുര ബോധിവൃക്ഷത്തിന്റെ ഒരു തൈ ഇവിടെ നട്ടുപിടിപ്പിക്കുകയും അതിനടിയിൽ ഒരു ചെറിയ സ്തൂപം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്രുംബോള എന്ന പേരിന്റെ അർത്ഥം സത്യപ്രതിജ്ഞയുടെ കച്ചവട സ്ഥലം എന്നാണ്. ചരിത്രപരമായി കൊളോണിയൽ ഗവർണർമാർ ജുഡീഷ്യൽ ആവശ്യങ്ങൾക്കായി ഈ ക്ഷേത്രം വളരെക്കാലമായി ഉപയോഗിച്ചിരുന്നു. കൊളോണിയൽ കാലത്ത് കുറ്റവാളികളെ ഇവിടെ കൊണ്ടുവന്ന് അവർ ഇനി തെറ്റ് ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ എടുപ്പിക്കുന്നത് പതിവായിരുന്നു. ഈ സ്തൂപം നിന്നിരുന്ന മതിൽക്കെട്ടിനകത്താണ് സീതാദേവി അഗ്നിപരീക്ഷ നടത്തിയത് എന്നാണ് വിശ്വാസം. രാമായണത്തിലെ പ്രസിദ്ധമായ ഒരു എപ്പിസോഡായ സീതാദേവിയുടെ അഗ്നിപരീക്ഷ രാവണന്റെ സീതാബന്ധനത്തിനു ശേഷം പരിശുദ്ധി തെളിയിക്കാൻ സീത അഗ്നിപരീക്ഷയ്ക്ക് വിധേയമായത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. രാവണനെതിരായ രാമന്റെ വിജയത്തിനു ശേഷം ആഭരണങ്ങളാൽ അലങ്കരിച്ച് രാമന്റെ മുമ്പാകെ എത്തിയ സീതയ്ക്ക് രാവണന്റെ തടങ്കലിൽ കഴിഞ്ഞ സീതയെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാമനെയാണ് കാണാൻ കഴിഞ്ഞത്. ദുഃഖിതയായ സീത തന്റെ വിശ്വസ്തതയും ദാമ്പത്യശുദ്ധിയും തെളിയിക്കുന്നതിനായി അഗ്നിപരീക്ഷയ്ക്ക് വിധേയയാകാൻ തീരുമാനിച്ചു. തീയിൽ ചാടിയ സീതയെ അവളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അഗ്നിദേവൻ രക്ഷിച്ചെങ്കിലും പൊതുജനങ്ങളുടെ സംശയങ്ങൾ തുടർന്നു. രാജാവെന്ന നിലയിലുള്ള തന്റെ കടമ ഉയർത്തിപ്പിടിക്കാൻ രാമൻ സീതയെ കാട്ടിലേക്ക് വീണ്ടും പറഞ്ഞയച്ചു. അവിടെ അവൾ വാൽമീകി മുനിയുടെ ആശ്രമത്തിൽ ലവനും കുശനും ജന്മം നൽകി. രാമനുമായി വീണ്ടും ഒന്നിച്ചെങ്കിലും അവളുടെ പരിശുദ്ധിയെക്കുറിച്ചുള്ള പൊതു സംശയങ്ങൾ തുടർന്നു. ഇത് പരിഹരിക്കാൻ സീത തന്റെ അമ്മയായ ഭൂമിദേവിയെ വിളിച്ചപ്പോൾ ഭൂമി രണ്ടായി പിളർന്ന് അവൾ അപ്രത്യക്ഷമായി എന്നാണ് ഐതിഹ്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രം നവീകരിക്കുകയും സീതാദേവിയുടെ ഒരു വിഗ്രഹം മധ്യ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തത് ഒരു സീതാക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചു. ചെറിയൊരു ക്ഷേത്രമാണിത്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രധാന പുരോഹിതൻ പൂട്ടിയിട്ടിരുന്ന ശ്രീകോവിൽ ഞങ്ങളെക്കൊണ്ട് തുറപ്പിക്കുകയും ബ്രാഹ്മണനായ എൻ്റെ സുഹൃത്ത് ബാലുവിനോട് സീതാദേവിക്ക് ആരതി അർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റൊരു രാജ്യത്ത് ഞങ്ങൾക്ക് ലഭിച്ച ദൈവിക അംഗീകാരമായിരുന്നു ഇത്. ഇന്ത്യൻ സർക്കാരിൽ നിന്നുള്ള പിന്തുണയും മോഡിയുടെ സ്വാധീനവും കാരണമാണ് ഈ ക്ഷേത്രത്തിന്റെ ജനപ്രീതി വർദ്ധിച്ചത് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്.
One special place also called Stripura. Stripura means in our language the lady's location. Only the Sita Devi and her servant girls live at that place. The Stripura. There is some kind of palace also, but Sita Devi did not live in the palace. ഈ ക്ഷേത്രത്തിന്റെ എതിർവശത്തായി സീതയെ തടവിലാക്കിയ സ്ത്രീപുര പർവ്വതം നമുക്ക് കാണാൻ സാധിക്കും. പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് നടത്തിയ പര്യവേഷണത്തിൽ 25,000 വർഷം പഴക്കമുള്ള മനുഷ്യവാസത്തിന്റെ തെളിവുകളും മനുഷ്യനിർമ്മിത തുരങ്കങ്ങളുടെ വലിയൊരു ശൃംഖലയും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രാവണ രാജാവ് തന്റെ രഹസ്യയാത്രയ്ക്കായി നിർമ്മിച്ചതാണെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ശ്രീലങ്കയുടെ കേന്ദ്ര പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന റംബോഡ എന്ന സ്ഥലത്താണ്. ഈ പ്രദേശം തേയിലത്തോട്ടങ്ങൾക്കും പച്ചപ്പിനും തണുത്ത കാലാവസ്ഥയ്ക്കും പേരുകേട്ടതാണ്. 225 മീറ്റർ നീളമുള്ള ശ്രീലങ്കയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് തുരങ്കമാണ് റംബോഡ ടണൽ. റംബോഡ എന്നതിൻ്റെ തമിഴ് വാക്കായ രാംപടൈ എന്നാൽ രാമന്റെ പടയാളികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. പുരാതന കഥകൾ അനുസരിച്ച് രാവണനെതിരെ പോരാടാൻ രാമന്റെ സൈന്യം ഒത്തുകൂടിയ പ്രദേശമാണ് റംബോഡ. ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് ആദ്യം എത്തിയതും ഈ പ്രദേശത്താണെന്നാണ് വിശ്വാസം. റംബോഡയിലെ ശ്രീ ഭക്ത ഹനുമാൻ ക്ഷേത്രം വാനരദേവനായ ഹനുമാന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഹൈന്ദവ ക്ഷേത്രമാണ്. റംബോഡയിലെ മനോഹരമായ ഒരു പർവ്വതത്തിന്റെ നെറുകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 18 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയാണ് ഇവിടുത്തെ പ്രത്യേകത. ശ്രീലങ്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയാണിത്. ശ്രീലങ്കയിലെ രാമായണ പാതയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. 1999 ശ്രീലങ്കയിലെ ചിന്മയ മിഷനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ ഹനുമാൻ വിശ്രമിച്ച സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഗ്രഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. രാവണനുമായുള്ള യുദ്ധത്തിൽ ദ്വീപിന്റെ ചില ഭാഗങ്ങൾ തന്റെ കത്തുന്ന വാലിനാൽ നശിപ്പിച്ചതിനാൽ പരമ്പരാഗതമായി ഹനുമാൻ ശ്രീലങ്കൻ തമിഴ് ഭക്തരുടെ ഇടയിൽ ഇന്ത്യയിലേതുപോലെ ജനപ്രിയനല്ല. എന്നിരുന്നാലും സമീപകാലത്ത് ഹിന്ദു മിഷണറിമാരും പ്രാദേശിക തമിഴ് ആത്മീയ നേതാക്കളും ശ്രീലങ്കയിൽ ഹനുമാനെ ആരാധിക്കുന്നതിനായി ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റംബോഡയിലെ 109 മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടം പ്രധാന റോഡിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയിലെ ഏറ്റവും ഉയരമുള്ള 11ാമത്തെ വെള്ളച്ചാട്ടമാണിത്. അപ്പർ റംബോഡ, മിഡിൽ റംബോഡ, ലോവർ റംബോഡ എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് റംബോഡ വെള്ളച്ചാട്ടം. സമയം വൈകിയതിനാൽ വെള്ളച്ചാട്ടം കാണാൻ ഞങ്ങൾ മെനക്കെട്ടില്ല. രാജ്യത്തുടനീളം 5000 ഹെക്ടറിലധികം തേയിലത്തോട്ടങ്ങളും 12 ഫാക്ടറികളുമുള്ള ഡംറോറ്റി ശ്രീലങ്കയിലെ ഒരു പ്രമുഖ തേയില നിർമ്മാതാവാണ്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, സ്പെഷ്യാലിറ്റി ചായകൾ എന്നിവയുൾപ്പെടെ വിവിധ രുചികളിലുള്ള സിലോൺ ചായകളുടെ ഒരു ശ്രേണി തന്നെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നുവാര ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന അവരുടെ ഫാക്ടറികളിൽ ഒന്നാണിത്. സന്ദർശകർക്ക് വിവിധ തരം ചായകൾ ആസ്വദിക്കാനും അവ വാങ്ങാനും ഇവിടെ അവസരമുണ്ട്. ഇന്ന് ഞങ്ങൾ ബെൻഡോട്ട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ നിന്നും നാളെ നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി കൊളംബോയിലേക്ക് പോകണം. പോകുന്ന വഴിയിൽ മധുനദിയിലെ കണ്ടൽക്കാട്ടിലൂടെയുള്ള ബോട്ട് സവാരി, കടലാമകളുടെ സംരക്ഷണ കേന്ദ്രം സന്ദർശിക്കൽ എന്നിവയൊക്കെ പ്ലാനിലുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി പെയ്ത അതിശക്തമായ മഴ എല്ലാ പ്ലാനുകളും തകർത്തു. അതുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോകാൻ തീരുമാനിച്ചു. കൊക്കോ റോയൽ ബീച്ച് ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ശ്രീലങ്കയിലെ എൻ്റെ സന്ദർശനം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീലങ്കയിൽ ഇനിയും കാണാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതൊക്കെ അടുത്ത സന്ദർശനത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വേറൊരു രാജ്യത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.